നരസിംഹത്തിൽ ഇന്ദുചൂടൻ ആളൊരു പാവമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. രഞ്ജിത്തിൻ്റെ ഒരു ഫ്യൂഡൽ മാടമ്പി സിനിമകളായിട്ടുള്ള ദേവാസുരം, ആറാം തമ്പുരാൻ, നരസിംഹം, രാവണപ്രഭു, ഈ 4 സിനിമകളിലെ മോഹൻലാൽ ക്യാരക്ടേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഹിറ്റായതും നായക സങ്കല്പത്തിലെ പൂർണ്ണത എന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളതുമായ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നരസിംഹത്തിലെ ഇന്ദുചൂടനാണ്. പക്ഷേ ഈ 4 ക്യാരക്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ദുചൂടൻ ആളൊരു പാവമാണ്. ആദ്യം നമുക്ക് ദേവാസുരം നോക്കാം. ദേവാസുരത്തിലുള്ള മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന ക്യാരക്ടർ തുടക്കത്തിൽ തന്നെ ആ നാട്ടിൽ നടക്കുന്ന ഒരു പൂരത്തിലേക്ക് വന്ന മേളക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് ഇയാളുടെ വീട്ടിന് മുന്നിൽ നിർത്തി കൊട്ടിക്കുകയാണ്. അങ്ങനെ ആ അമ്പലത്തിൽ നടക്കുന്ന പൂരം തന്നെ അയാൾ കൊളാക്കുകയാണ്. അതായത് നാട്ടിലുള്ള ഒരു അമ്പലത്തിലെ നാട്ടുകാരെല്ലാവരും വരുന്ന ഒരു പൂരമാണ് ഇയാൾ കൊളാക്കുന്നത്, അവിടുത്തെ മേളക്കാരെ മൊത്തം ഹൈജാക്ക് ചെയ്തിട്ട്. അതേപോലെ ഇയാളുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് ഇയാൾ ഭാനുമതിക്കിട്ട് കൊടുക്കുന്നൊരു പണി, അവർ ഒരു അരങ്ങേറ്റത്തിന് നിന്ന ആ ഒരു പെൺകുട്ടിയെ കൂത്തമ്പലത്തിൻ്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് പെർഫോം ചെയ്യേണ്ട ആളെ സ്വന്തം വീട്ടിൽ പെർഫോം ചെയ്യിക്കുന്ന ആ ഒരു തരത്തിലുള്ള വില്ലത്തരങ്ങളൊക്കെ കാണിക്കുന്ന, നാട്ടുകാരെയൊക്കെ ദ്രോഹിക്കുന്ന വല്ലാത്തൊരു വില്ലത്തരം കയ്യിലുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ ഈ പറയുന്ന പോലെ ഒരു കലാകാരിയായ ഒരു ഭാനുമതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ മാത്രമല്ല, ആ നാട്ടുകാരെ മൊത്തം ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഓരോ പരിപാടികൾ ചെയ്യുന്ന ഒരാളാണ് ഈ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ. ഇനി നമ്മൾ ആറാം തമ്പുരാനിലുള്ള ജഗന്നാഥൻ എടുത്തു കഴിഞ്ഞാൽ, ജഗന്നാഥൻ ബേസിക്കലി ഒരു ക്രിമിനലാണ്. അയാൾ ബോംബെയിലുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു ഹഞ്ച്മാനാണ്. അതേപോലെ അയാൾ ഈ ധാരാവിയിലുള്ള ഒരു ചേരിയൊക്കെ ഒഴിപ്പിച്ചിട്ടുള്ള, ഇപ്പോൾ എല്ലാവരും പറയും ധാരാവി ഇത്രയും വലിയ സ്ഥലമല്ലേ, ഇതെങ്ങനെയാണ് ഇയാൾ ഒഴിപ്പിക്കുന്നതെന്ന്. അപ്പോൾ ആ ഡയലോഗിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ധാരാവിയിലെ ഒരു ചേരി ഒരു രാത്രി മുഴുവൻ എടുത്ത്, അല്ലാതെ നമ്മൾ അമ്പാൻ നമ്മുടെ ആവേശത്തിൽ കാണിക്കുന്ന പോലെ ഹ ഹ ഹ എന്ന് കാണിക്കുമ്പോഴേക്ക് ആൾക്കാരെ കൊഴിഞ്ഞു പോയി അങ്ങനെയല്ല പറയുന്നത്. ആൾ കഷ്ടപ്പെട്ട് ഒരു രാത്രി മുഴുവൻ സമയം എടുത്തിട്ടാണ് ഒരു ചേരി ഒന്ന് ഒഴിപ്പിച്ചെടുത്തത്. എന്നാലും അത്തരം ക്രിമിനൽ ആക്ടിവിറ്റിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ബോംബെ അണ്ടർവേൾഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന ജഗന്നാഥൻ. അപ്പോൾ ബേസിക്കലി അയാൾ ഒരു ക്രിമിനലാണ്. അയാൾ ഇവിടെ വരുന്നു, പിന്നെ അയാൾ ഇവിടെ നടത്തുന്നത് വലിയൊരു പൂരം നടത്തലാണ്. അതും ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യം. അത് പക്ഷേ ഒരു നല്ല കാര്യമാണ് പുള്ളി ചെയ്യുന്നത്. പക്ഷേ അയാൾ ബേസിക്കലി ആളൊരു ക്രിമിനലാണ്. ഇനി നമ്മൾ രാവണപ്രഭുവിലേക്ക് വന്നു കഴിഞ്ഞാൽ, മംഗലശ്ശേരി നീലകണ്ഠൻ മകൻ കാർത്തികേയൻ. കാർത്തികേയൻ ആരാണെന്നുള്ളത് അയാളൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് ആണ് പറയുന്നത്, എനിക്ക് സ്പിരിറ്റും ചന്ദനത്തേലത്തിൻ്റെയൊക്കെ പരിപാടി വരുന്നു. അപ്പോൾ ആൾ ചോദിക്കുന്നത് അണ്ടർവേൾഡ് ഡോൺ, അണ്ടർവേൾഡ് പ്രിൻസ്, അങ്ങനത്തെ ഒരു കാറ്റഗറി ആണെന്ന്. അപ്പോൾ കാർത്തികേയൻ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റിയൊക്കെ നടത്തുന്ന ഒരു അണ്ടർവേൾഡ് പ്രിൻസാണ്. അയാളുടെ ഒരുപാട് പണമുണ്ട്, അയാൾക്ക് നല്ല സ്വാധീനമുണ്ട്. സോ ബേസിക്കലി അയാളും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ക്രൈം ചെയ്യുന്ന ഒരാളാണ്. ഈ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിനി ഇന്ദുചൂടനെ കുറിച്ച് നോക്കേണ്ടത്. നോക്കുമ്പോൾ ഇന്ദുചൂടൻ ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പറയുമ്പോൾ അയാളൊരു ക്രിമിനലാണ്. പക്ഷേ സത്യത്തിൽ അയാൾ അങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടോ? അതില്ല. ആ ക്രൈം ശരിക്കും ചെയ്തത് അയാളുടെ ഭാവി അളിയനായിട്ടുള്ള ഈ അനുരാധയുടെ ചേട്ടനാണ്. അത് അയാൾ ഒരു സീനിൽ ആ വീട്ടിൽ തന്നെ പോയി പറയുന്നുണ്ട്, ഇവനാണ് അത് ചെയ്തത്, പോളാസാദിനെ കുത്തിയത്, പക്ഷേ കേസ് എൻ്റെ തലയിലായി. അങ്ങനെയാണ് പുള്ളി ജയിലിലാവുന്നത്. ഇന്ദുചൂടൻ സത്യത്തിൽ ഒരു പഠിപ്പിസ്റ്റായിരുന്നു. അയാൾ ഈ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് 1ാം റാങ്ക് കിട്ടിയ ആളാണ്. പക്ഷേ അയാൾ ജയിലിൽ പോയിട്ട് അയാൾക്ക് ക്രിമിനൽ കൂട്ടുകെട്ടുകളൊക്കെ ഈ മറ്റേ വിജയകുമാറിൻ്റെ പോലുള്ള ചില ഫ്രണ്ട്സിനെയൊക്കെ ജയിലിൽ നിന്ന് കിട്ടിയാലും പുള്ളിയുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് CM-ൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള രവിയും നന്ദഗോപാൽ മാരാരൊക്കെയാണ് ശരിക്കുമുള്ള പുള്ളിയുടെ ഫ്രണ്ട്സ്. അപ്പോൾ നല്ല രീതിക്ക് ജീവിക്കുന്ന സ്വാധീനമുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ആൾ നല്ല പഠിപ്പിസ്റ്റായിരുന്നു. അങ്ങനെ ഒരു സിവിൽ സർവീസ് 1ാം റാങ്ക് മേടിച്ച് ആ ഒരു ബ്യൂറോക്രാറ്റായി മാറേണ്ട ഒരാളായിരുന്നു ആൾ. ഇപ്പോൾ നമ്മൾ ആ നരസിംഹം എന്ന് പറയുന്ന സിനിമയുടെ കഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ജസ്റ്റിസ് ആയിട്ടുള്ള ഒരു ജഡ്ജിയുടെ മകൻ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാവുമ്പോൾ ഈ ഒരു ജഡ്ജി മകൻ പറയുന്നത് കേൾക്കാതെ മകനെ ശിക്ഷിക്കുന്നു. അതിനുശേഷം ഈ ജഡ്ജി ഒരു ക്രിമിനൽ കേസിൽ, ഒരു കൊലപാതക കേസിൽ പ്രതിയാവുമ്പോൾ മകൻ അച്ഛൻ പറയുന്നത് വിശ്വസിച്ച് അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ അച്ഛനെ ജയിലിൽ നിന്ന് പുറത്തെത്തിക്കുന്നു. ഇതാണ് നരസിംഹത്തിൻ്റെ ഒരു കഥ. അപ്പോൾ ഇവിടെ ഇയാൾ ചെയ്യുന്നതൊക്കെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം അച്ഛൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ഓരോന്ന് ചെയ്യാമെന്നല്ലാതെ ഒരു നാട്ടുകാരെ മൊത്തം ദ്രോഹിക്കുക, അല്ലെങ്കിൽ ഒരു ചേരി ഒഴിപ്പിക്കുക, അല്ലെങ്കിൽ സ്പിരിറ്റ് ചന്ദനത്തേലം കടത്തുക, അത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികൾ ചെയ്യുക, ഇതൊന്നും ആൾ ചെയ്തിട്ടില്ല. പിന്നെ ഇയാൾക്ക് മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കൊലപാതകം തന്നെ അയാൾ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഈ പറയുന്ന ഫ്യൂഡൽ കഥാപാത്രങ്ങളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ദുചൂടൻ ഈ പറയുന്ന ഡയലോഗ് വൈസ് ഇയാൾ ഒരു പബ്ലിക് ന്യൂസൻസായി മാറുന്നു എന്ന് അയാളുടെ അച്ഛൻ ഈ നരസിംഹൻ സിനിമയിൽ ഒരു സീനിൽ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ അയാൾ വലിയ പബ്ലിക് ന്യൂസൻസ് ഒന്നുമില്ല. ആളുടെ തറവാട്ടിൽ താങ്കനൊക്കെ എന്തെല്ലാം പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് ഇത്തരത്തിൽ സ്വന്തം അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന
ഒതുങ്ങി സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു സാധാരണ നായകനാണ്. പിന്നെ ഇന്ദുചൂടൻ ആകെ ചെയ്തിട്ടുള്ള ഒരു അക്രമം ചിതാഭസ്മം പുഴയിൽ ഒഴുക്കാൻ സമ്മതിക്കാതിരുന്നു എന്നുള്ളതാണ്. അതിനുള്ള കാരണം ആൾ തന്നെ പറയുന്നുണ്ട്, ഇത്രയും വലിയ പണി എനിക്കിട്ട് തന്നിട്ട് ഞാൻ അത്രയെങ്കിലും തിരിച്ചു ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഈ പറയുന്ന ഇന്ദുചൂടൻ നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ഒരാളല്ല. ഇന്ദുചൂടൻ സത്യത്തിൽ പാവമാണ്. ഈ പറയുന്ന ഈ 4 ക്യാരക്ടേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, രഞ്ജിത്തിൻ്റെ തന്നെ 4 ഫ്യൂഡൽ മാടമ്പി കഥാപാത്രങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂട്ടത്തിലെ ഏറ്റവും പാവം കഥാപാത്രം ഇന്ദുചൂടനാണ്. സോ ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളും ഈ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ കഥാപാത്രങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിലും വിയോജിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.